ശക്തിപീഠങ്ങൾ എങ്ങനെ ഉണ്ടായതെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പുരാണങ്ങൾ പറയുന്നു, സത്യയുഗത്തിൽ മഹാരാജാവായ ദക്ഷ പ്രജാപതി ഒരു മഹായജ്ഞം സംഘടിപ്പിച്ചു. പക്ഷേ സ്വന്തം മകൾ സതിദേവിയെയും ദേവിയുടെ ഭർത്താവ് മഹാദേവനെയും മഹാരാജാവായ ദക്ഷ ക്ഷണിച്ചില്ല. ഭഗവാൻ ശിവന്റെ നിരാകരണത്തിനിടയിലും ഒരു മകളുടെ ഹൃദയം കൊണ്ട് സതിദേവി ആ യജ്ഞത്തിലേക്കെത്തി. പക്ഷെ അവിടെ ദേവിക്ക് ലഭിച്ചത് സ്നേഹമല്ല, അവമതിപ്പായിരുന്നു. മഹാരാജാവായ ദക്ഷ എല്ലാവരുടെയും മുന്നിൽ മഹാദേവനെ അപമാനിച്ചു. ആ ദുഃഖവും കോപവും സഹിക്കാനാവാതെ സതിദേവി യജ്ഞാഗ്നിയിൽ സ്വയം അർപ്പിച്ചു. ഇതറിഞ്ഞപ്പോൾ മഹാദേവന്റെ കോപം ലോകം മുഴുവൻ വിറപ്പിച്ചു. മഹാദേവൻ ആ യജ്ഞം നശിപ്പിച്ചു. പിന്നീട് സതിദേവിയുടെ ശരീരമെടുത്ത് മഹാദേവൻ ലോകം ചുറ്റി നടന്നു. ആ ദുഃഖത്തിന്റെ തീവ്രത കൊണ്ട് പ്രപഞ്ചം തന്നെ തകർന്നു പോകാൻ തുടങ്ങി. അപ്പോൾ ദേവന്മാർ സഹായം തേടി ഭഗവാൻ വിഷ്ണുവിനോട്. ഭഗവാൻ വിഷ്ണു തന്റെ സുദർശന ചക്രം ഉപയോഗിച്ച് സതിദേവിയുടെ ശരീരം ഭാഗങ്ങളാക്കി. ആ ഭാഗങ്ങൾ ഭൂമിയിലെ പല സ്ഥലങ്ങളിലായി വീണു. ആ ഓരോ സ്ഥലവും ദേവിയുടെ ശക്തി നിറഞ്ഞ പുണ്യഭൂമിയായി മാറി. അവയാണ് ഇന്നത്തെ ശക്തിപീഠങ്ങൾ. ഈ കഥ നിങ്ങളെ സ്പർശിച്ചെങ്കിൽ ആദിപരാശക്തി എന്ന് കമന്റ് ചെയ്യൂ. കൂടുതൽ ഭക്തികഥകൾക്കായി ഫോളോ ചെയ്യാനും മറക്കരുത്. ദേവി നിങ്ങളോടൊപ്പം ഉണ്ടാകട്ടെ.